ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. നമ്മളിന്ന് മലബാർ സ്പെഷ്യൽ ഒരു ഉന്നക്കായാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ഈ രീതിയിൽ പഴുത്തിട്ടുള്ള ഏത്തപ്പഴം എടുക്കണം, അധികം വിളഞ്ഞു പോകരുത്. അതിങ്ങനെ നടുവേ മുറിച്ചതിന് ശേഷം ചെറിയ സ്ലൈസാക്കി മാറ്റുക. അതിൽ അകത്തെ ബ്ലാക്ക് ഭാഗമൊക്കെ മാറ്റിയതിന് ശേഷം ഒരു അപ്പച്ചമ്പിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. 5 മിനിറ്റിന് ശേഷം നമുക്കിത് ഈ ഒരു രീതിയിലാണ് വേവേണ്ടത് കേട്ടോ. അത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം കാഷ്യൂനട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഏത് നട്ട്സ് വേണമെങ്കിലും ബദാമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരം കൂടെ ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കുക. അധിക സമയം ഇതിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. കാര്യം നാളികേരത്തിൻ്റെ ആ പച്ച ചുവയൊന്ന് മാറി കിട്ടിയാൽ മതി. ഇനി മധുരത്തിന് ആവശ്യത്തിന് ഞാൻ പഞ്ചസാര ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുള്ളൂ. കാര്യം പഴത്തിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് തന്നെ. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ചേർക്കണം. ഒരു 7 ഏലക്ക ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. അതുകൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്രയും മതി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഏത്തപ്പഴമൊക്കെ ഒന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് പൊടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു കയ്യിൽ ഇതേപോലെ നെയ്യ് തൂത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കരുത്, അപ്പോൾ അത് ഒരുപാട് കുഴഞ്ഞു പോകും. അതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഇട്ടൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ പഴത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ പഴം എടുക്കുക. അതിന് ശേഷം ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ തേങ്ങയുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 1.5 ടേബിൾ സ്പൂൺ ഫില്ലിങ് ഇട്ട് കൊടുക്കാവൂ. അധികമായി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി അതിൻ്റെ 2 എഡ്ജും ഉണ്ടല്ലോ, ആ വശങ്ങൾ ചേർത്ത് വെക്കുക. ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ച് വെക്കുക. കണ്ടോ, ഇതേപോലെ. അതിന് ശേഷം വേണം നമുക്കിതിങ്ങനെ കയ്യിലിങ്ങനെ ഉന്നക്കായുടെ ഷേപ്പിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ എണ്ണ തൂവിയാൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഈ ഒരളവിലൊരു 6 ഉന്നക്കായ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഗ്യാസ് ഒന്ന് മീഡിയം തീയിലാക്കി കൊടുക്കണം. ഇതേപോലുള്ള ചീനച്ചട്ടിയാണെങ്കിൽ അതായത് നമ്മൾ നോൺ സ്റ്റിക്ക് അല്ലാത്തതാണെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം പെട്ടെന്ന് തന്നെ. കാര്യം ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. ഇനി നമുക്ക് അങ്ങോട്ട് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് ഒരു ഗോൾഡൻ നിറമാകുമ്പോൾ വറുത്ത് വരാം. വളരെയധികം എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ ഉന്നക്കായ റെഡിയായിട്ട് കിട്ടും. ഇനി നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, അധികം പഴുത്തു പോയ പഴവും അധികം പഴുക്കാത്ത പഴവും എടുക്കരുത്. ഒരു മീഡിയം രീതിയിലുള്ള ഏത്തപ്പഴം മാത്രമേ എടുക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഇത് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളിത് അതിനകത്തെ ബ്ലാക്ക് ഭാഗമൊക്കെ റിമൂവ് ചെയ്ത് കളയുന്നത്. പക്ഷേ നമ്മളിതേപോലെ ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം എളുപ്പത്തിൽ റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.